ആ ശബ്ദത്തിന്റെ പ്രഭാവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിക്കവാറും ഡബിംഗ് ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തി പ്രൊഫസർ അയ്യർ സാറായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹം തിരക്കഥാകൃത്ത് എന്നുവേണ്ട ഒരുപാട് സിനിമകളുടെ സംഘാടകനായി അദ്ദേഹം കൊണ്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ജ്വാലയായി എന്ന് പറയുന്ന ഒരു സീരിയലിന്റെ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത സീരിയലിന്റെ മൊത്തം അമരക്കാരനായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അഭിമുഖം എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഓർമ്മയിൽ വരികയാണ്. വളരെ പ്രകൃഷ്ടരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ നോവലുകൾ, കഥകൾ നമ്മുടെ ചലച്ചിത്രങ്ങളിൽ വരുന്നു. അതൊക്കെ ഗാഠമായ മനുഷ്യസ്നേഹ ബന്ധത്തിന്റെ കഥകൾ പറയുന്നവയായി. കാലം പിന്നെയും മാറുന്നു. കുറെ കഴിയുമ്പോൾ അതൊക്കെ മാറി. ഇന്നിപ്പോ എത്രയോ തരത്തിലുള്ള പുതിയ ട്രെൻഡുകൾ നമ്മുടെ സിനിമയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. സത്യസന്ധമായി വളരെയധികം കഷ്ടപ്പെടുന്ന ഈ സ്വർണത്തിന് വലിയ മൂല്യം കൽപ്പിക്കുന്ന വൈവാഹിക ബന്ധത്തിലൊക്കെ സ്വർണത്തിന്റെ തൂക്കം നോക്കി അതിന്റെ വില നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു പ്രമേയം വന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കഥയാണ്. അത്തരം ഒരു കഥ പറയാൻ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ തുനിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള ആളുകൾ സ്വീകരിക്കുകയും അത്തരം സിനിമകളും ആവശ്യമാണ്. അതേസമയം അഭിനയെ പോലെയോ രാജേഷിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്ന സിനിമകൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ആളുകൾക്ക് ഒരു കൗതുകത്തിന് വേണ്ടി വെറുതെ കണ്ടുപോകാവുന്ന ഒരു കടല കുറച്ചുകൊണ്ട് ഒരു വിനോദോപാധി എന്ന നിലയിൽ കണ്ടുപോകാവുന്ന ചലച്ചിത്രങ്ങളല്ല. നേരെക്കുറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ആന്തര സത്യങ്ങളെ കുറച്ചുകൂടെ ആഴത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള കുറച്ചുകൂടെ പച്ചയായ ജീവിതത്തെ ഒട്ടും അലങ്കാരം ഒന്നുമില്ലാതെ ആവിഷ്കരിച്ചു വയ്ക്കുന്ന സിനിമകളാണ് അവരൊക്കെ ചെയ്യുന്നത്.